ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കള്ളം, കള്ളസാക്ഷ്യം ഇങ്ങനെയുള്ള പാപങ്ങൾ പള്ള പിളർക്കുന്ന പാപമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉദരം കുത്തിപ്പിളർക്കാൻ ശക്തിയുള്ളത്, നമ്മുടെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശക്തിയുള്ള പാപങ്ങളിൽ പെടുന്നതാണ് കള്ളം, കള്ളസാക്ഷ്യം. ഇത് വ്യത്യസ്ത വ്യക്തികളെ കാണാൻ സാധിക്കും, വ്യത്യസ്ത ഗണത്തിൽപ്പെടുന്ന വ്യക്തികൾ. ഒന്ന്, നുണ രസക്കൂട്ടാക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്. തമാശന് അവർ നുണ പറയും, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നുണ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കൊരു രസമാണ്. മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയും അത് ഉപയോഗിക്കും. പിന്നെ എന്നിട്ട് അവർ പറയാറുള്ളൊരു കാര്യമുണ്ട്, വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കുന്ന നുണയല്ല, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ നുണ ശീലമാക്കിയവരാണ്. പ്രത്യേകമായിട്ട് അവർ ഒരു പരിശ്രമം നടത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നുണ പറയും, വാ തുറന്നാൽ നുണ പറയും. അത് അവരുടെ ക്യാരക്ടറിൻ്റെ, സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതുപോലെയാണ്. തിരിച്ചും മറിച്ചും വേണമെങ്കിൽ ശരിയായിട്ട് സത്യസന്ധമായിട്ട് ഒന്നും പറയാതെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ നുണ പറയുന്നത് ഒരു ശീലമാക്കി വെച്ചിരിക്കുന്ന വ്യക്തികൾ. മൂന്നാമത് ഒരു കൂട്ടരുണ്ട്, നുണ ആയുധമാക്കുന്നവർ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി അവർ നുണ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ അപവാദം പറയുന്നവർ നുണ ആയുധമാക്കിയ വ്യക്തികളാണ്. മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു ആയുധം, അതാണ് നുണ. അവിടെ പറഞ്ഞിട്ടുണ്ട്, ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അപ്പം മറ്റുള്ളവരെ തകർക്കാനുള്ള ഒരായുധമായിട്ട് വേണമെങ്കിൽ നമുക്ക് നാവിനെ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് നുണ പറയുന്ന ആ ഒരു ശീലക്കാർ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കും. നമ്മുടെ ആത്മാവ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ ആത്മാവാണ്, ശരീരമല്ല, ആത്മാവ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരത്തിലെ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ മുറിച്ചു മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒന്ന് നമ്മുടെ ആത്മാവാണ്. മത്തായി 16:26 വായിച്ചാൽ, ആത്മാവ് നശിച്ചാൽ ഒരുവൻ എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും അവൻ എന്ത് നേടി? ആത്മാവിന് പകരമായിട്ട് അവൻ എന്ത് കൊടുക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് ഈ ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യമായിട്ട് ഈ നുണ പറയുന്ന ആ ഒരു ശീലം അത് മാറിയെന്ന് വരും. അതൊരു ആയുധമായിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, നമ്മുടെ തന്നെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരായുധമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു 3 പ്രധാനപ്പെട്ട വചനഭാഗങ്ങളാണ് സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നും. 3 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ. സക്കറിയ 5 ആദ്യത്തെ 4 വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്ന അതിൻ്റെ തലക്കെട്ട് തന്നെ പറക്കുന്ന ചുരുൾ. ഇത് അയക്കപ്പെടുന്നത് എങ്ങോട്ടാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. കള്ളത്തരം കാണിക്കുന്നവർ, കള്ളന്മാർ, നുണ പറയുന്നവർ, അങ്ങനെയുള്ളവരുടെ ഭവനത്തിലേക്ക് അയക്കപ്പെടുന്നതാണ് ഈ പറക്കുന്ന ചുരുൾ. ഇതവിടെ ചെന്നിട്ട് എന്തു ചെയ്യും? ഇതവിടെ ചെന്നിട്ട് ആ ഭവനം തകർത്ത് തരിപ്പണമാക്കും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തടിയും കല്ലും സകലതും നശിപ്പിക്കും എന്നുള്ളത് ഈ വചനഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കള്ളത്തരം അതെത്ര അപകടകാരിയാണ്, എത്രമാത്രം ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ വചനഭാഗം സക്കറിയ 8:16-17 വചനങ്ങളാണ്. ഇനി അവിടെ പറയപ്പെട്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പരസ്പരം സത്യം പറയുക. എഫേസസ് 4:25 വായിച്ചാൽ പുതിയ നിയമത്തിൽ ഈ യാഥാർത്ഥ്യം അവിടെയും പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മറ്റുള്ളവരോട്, നിൻ്റെ സഹോദരങ്ങളോട് ഒരിക്കലും നീ വ്യാജം പറയരുത്, സത്യം മാത്രം പറയുക. അതാണ് ഈ സക്കറിയ 8:16 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക. രണ്ടാമത്തെ കാര്യം, സത്യസന്ധമായി ന്യായം വിധിക്കുക. സത്യം മാത്രം പറയുക, സത്യസന്ധമായിട്ട് ന്യായം വിധിക്കുക. മൂന്നാമത്തെ കാര്യം, സമാധാനം പാലിക്കുക. ഈ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സക്കറിയയുടെ പുസ്തകത്തിലെ 3-ാമതൊരു വചനഭാഗമുണ്ട്, അതാണ് 13-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. ഇത് കള്ളസാക്ഷ്യം പറയുന്നവർക്ക്
വരാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഒരുവൻ കള്ളസാക്ഷ്യം പറയുന്നത് നീ മനസ്സിലാക്കിയാൽ അവന് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ചെന്ന് അവൻ്റെ ഉദരം പിളർക്കണം. അവിടെ ഞാൻ പറഞ്ഞേ, കള്ളസാക്ഷ്യം പള്ള പിളർക്കുന്ന ഒരു പാപമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിക്കുക. ഈ പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത് ദൈവം സത്യവാനാണ്. അതാണ് ദൈവത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുക. യോഹന്നാൻ 3:33 മുദ്ര വെച്ച് പറയാവുന്നൊരു കാര്യമാണ്, ദൈവം സത്യവാനാണ്. റോമ 3:4 കൂടി വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് ദൈവം സത്യവാനാണ്. റോമ 2:11 വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം ഇതാണ്, ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. അതുകൊണ്ട് സത്യസന്ധന് സത്യസന്ധൻ്റേതായിട്ടുള്ള പ്രതിഫലം ലഭിക്കും, കള്ളന് കള്ളൻ്റേതായിട്ടുള്ള ശിക്ഷ ലഭിക്കും. മുഖനോട്ടമില്ല. തന്നെ എഫേസസ് 6:9 വായിക്കുമ്പോൾ ദൈവത്തിന് മുഖം നോട്ടമില്ല എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 23:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. മനുഷ്യർ വേണമെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് നുണ പറയാം, പക്ഷെ ദൈവത്തിന് പറയാൻ പറ്റത്തില്ല. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമക്കൾ സത്യം വെടിയരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 4:28 ഇവിടെ ചങ്കിൽ എഴുതി ഒട്ടിക്കേണ്ട ഒരു വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്, എങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. ദൈവം നമ്മുടെ കൂടെ നിൽക്കാൻ, ദൈവം നമുക്ക് വേണ്ടി പൊരുതാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വിജയം പകർന്നു തരാൻ എല്ലാം ആവശ്യമായൊരു കാര്യം, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുത്. സത്യത്തിന് വേണ്ടി മരിക്കുന്നത് നഷ്ടമല്ല എന്ന്. ലേവ്യരുടെ പുസ്തകം 19:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. നമുക്ക് യോജിച്ചതല്ല എന്ന്. ദൈവമക്കൾക്ക് യോജിച്ചതല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ, മോഷ്ടിക്കുന്നത്, വഞ്ചിക്കുന്നത്, വ്യാജം പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5:1 മുതൽ വായിക്കുമ്പോൾ അനനിയാസും സഫീറയും വഞ്ചന കാണിച്ചു. ഇനി അതേക്കുറിച്ച് പത്രോസ് പറഞ്ഞെന്താ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു. ആ പാപം എത്ര ഗൗരവമുള്ളതാണെന്ന് അവിടെ പത്രോസ് വെളിപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ജോബ് 13:4 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യാജം കൊണ്ട് വെള്ളപൂശി നടക്കുന്നവർ വിലയില്ലാത്തവരായി മാറും. ഇവിടെ വില കളയുന്നൊരു കാര്യമാണ് വ്യാജം. സുഭാഷിതങ്ങൾ 19:9 വായിച്ചാൽ, കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടും, വ്യാജം പറയുന്നവർ നശിക്കും. ഈ പാപം എത്ര ഗൗരവമുള്ളതാണെന്നറിയാൻ ഇനി കൂടുതൽ എന്തെങ്കിലും വേണോ? പ്രഭാഷകൻ 41:17 വായിച്ചാൽ, വ്യാജം പറയുന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. യെരമ്യാ 23 കള്ളസാക്ഷ്യം കൊടുത്താൽ അല്ലെങ്കിൽ വ്യാജമായിട്ട് നമ്മൾ പ്രവചിച്ചാൽ നമുക്കുണ്ടാകാവുന്ന ശിക്ഷ, നിന്നെ ഞാൻ കാഞ്ഞിരം തീറ്റും, നിന്നെ ഞാൻ വിഷം കുടിപ്പിക്കും എന്നൊക്കെയാണ് യെരമ്യാ 23 പറഞ്ഞിരിക്കുന്നത്. ഈ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി സത്യസന്ധമായിട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.